ദിൽഷ കേൾക്കാവോ? അവിടുത്തെ കണ്ണന്മാരും രാധമാരും ഒക്കെ തയ്യാറായി കഴിഞ്ഞോ? തീർച്ചയായിട്ടും ലക്ഷ്മി, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള അഴകൊടി ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്നുമാണ് ശോഭായാത്ര ഒരുങ്ങുന്നത്. ശോഭായാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇവിടെ കൃഷ്ണന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കണ്ണന്മാർ, നല്ല കുറുമ്പന്മാരാണ്. എന്റെ പേരെന്താ? എല്ലാ വർഷം വേഷം കിട്ടാറ് കൃഷ്ണനാണോ ആവാറില്ല? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ? ഭയങ്കര എനർജറ്റിക് ആണല്ലോ. അമ്പാടിയിലേക്കല്ലേ ഇപ്പോൾ പോകുന്നത്? ലക്ഷ്മി ഭയങ്കര കുറുമ്പന്മാരാണ്. ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കൃഷ്ണന്മാരും ഗോപികമാരും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. മാത്രമല്ല നിശ്ചല ദൃശ്യങ്ങളും ഉണ്ട്. നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ശോഭായാത്രയായിട്ട് ഒരുങ്ങി ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഇറങ്ങും. മറ്റു ശോഭായാത്രകളെല്ലാമായിട്ട് മുതലക്കുളത്ത്, കോഴിക്കോട് മുതലക്കുളത്ത് ഇവർക്ക് അമ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ അമ്പാടിയിലായിരിക്കും ഇത് സമാപിക്കുക. അതിനിടയിൽ വിവിധ കൃഷ്ണന്മാരുടെയും രാജ്മാരുടെയും ഒക്കെ തന്നെ നല്ല പരിപാടികളും എല്ലാം തന്നെ ഉണ്ടാവും. നമുക്ക് കുറച്ച് ഗോപികമാരുടെ അടുത്തേക്കും കൂടി പോവാം. ഈ ഗോപികയുടെ പേരെന്താ? ഇവളുടെ പേരെന്താ? അമ്മു. അമ്മു എല്ലാ വർഷം വേഷം കിട്ടാറുണ്ടോ? ആരെ സുന്ദരിയായിട്ടുണ്ടല്ലോ, ആരോ ഒരുക്കി തന്നെ? അമ്മയാണോ? ഈ ഗോപികയുടെ പേര് എന്താ? പൈതൃക എല്ലാ വർഷം വരാറുണ്ടോ വേഷം കെട്ടിയിട്ട്? ആണോ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഇറങ്ങും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ഗരുഡന്റെ പുറത്ത് നിശ്ചല ദൃശ്യങ്ങൾ, കൃഷ്ണാവതാരങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമാക്കിയിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗരുഡന്റെ പുറത്തുള്ള കൃഷ്ണൻ, അതുപോലെ തന്നെ അമ്പാടിയിലെ കൃഷ്ണൻ, അതുപോലെ ഈ തടവറയിൽ ഉള്ള വസുദേവനെ രക്ഷിക്കാൻ പോകുന്ന മഹാവിഷ്ണു തുടങ്ങിയിട്ട് ഭയങ്കര രസമുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ തയ്യാറാക്കുകയാണ്. അല്പസമയത്തിനൊക്കെ തന്നെ ഇവരൊക്കെ ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. മറ്റു ഇടങ്ങളിലെ കാഴ്ചകൾ കൂടി വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ഇടങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള കൃഷ്ണന്മാരും ഗോപികമാരും മറ്റ് നിശ്ചല ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഈ തടവറയിലുള്ള കൃഷ്ണന്റെ അച്ഛനെയും അമ്മയെ രക്ഷിക്കാനെത്തുന്ന മഹാവിഷ്ണു. ഇത് ഞാനിപ്പോൾ അല്പസമയം മുമ്പ് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചതാണ്. ഇതുപോലെ അമ്പാടിയിൽ വൃന്ദാവനത്തിലെ കണ്ണനും രാധയും ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. വൃന്ദാവനത്തിലെ ഒരു കണ്ണനും രാധയും മറ്റ് ഗോപികമാരും എല്ലാവരുമായിട്ട് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ്റെ പേര് എല്ലാ വർഷം വേഷം കിട്ടും. ആദ്യമായിട്ടാണോ? നല്ല സുന്ദരനായിട്ടല്ലോ. ആരോ ഒരുക്കി ബോബി, അനക്ക് ആദ്യമായിട്ടാണോ വരുന്നത്? എല്ലാ വർഷം വരാം. എന്നൊക്കെ ഭയങ്കര നാണത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇവരുടെ മാതാപിതാക്കളൊക്കെ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഇത് അല്പസമയത്തിനൊക്കെ നിങ്ങൾ? അതെ, നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവരും. കുട്ടികളൊക്കെ ആരാണോ ഒരുക്കിയത്? എല്ലാവരും നല്ല ഭംഗിയുണ്ട്. എല്ലാ അമ്മമാരും കൂടിയിട്ട് ഒരുക്കിയതാണ്. എല്ലാവരും കൂടിയിട്ട് ഒരുക്കിയതാണ്. പിന്നെ ലക്ഷ്മി എടുത്ത് പറഞ്ഞ കാര്യം, കുറെ ജൻസി കൃഷ്ണന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാരാ? ഹലോ, പേരെന്താ? ഇതെന്ത് വേഷം? അസുരനാണ് ലക്ഷ്മി. ഇത് അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് കൃഷ്ണന്മാരുണ്ട് കേട്ടോ. ഒരുപാട് കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ ഉണ്ട്. മോനാണോ മോളാണോ? പേരെന്താ? ശ്രീഗംഗ. ആദ്യമായിട്ടാണോ വേഷം കിട്ടുന്നത്? അല്ല, ഞാൻ 2.5 വയസ്സ് മുതലേ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അതുപോലെ ഇവിടെ ഒരു കുട്ടി കൃഷ്ണനുണ്ട്, ഒരു ചക്രത്തിന്റെ ഒക്കെ താഴെ ഇരിക്കുന്ന. ഇതെന്താ സംഭവം ശരിക്കും? ചക്രാസുരൻ. കൃഷ്ണൻ അസുരനെ വധിക്കുന്ന ചക്രാസുരൻ. ലക്ഷ്മി കൃഷ്ണൻ ചക്രാസുരനെ വധിക്കുന്നതിന്റെ നിശ്ചല ദൃശ്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു കുട്ടി കൃഷ്ണൻ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ചക്രാസുരനെയാണ് അല്ലേ? ഓക്കെ. അത്തരത്തിൽ ഭയങ്കര രസമുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട്. ലക്ഷ്മി ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഇനിയും ഇത്തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് രാധമാരും ഗോപികമാരും ഒക്കെ ഇവിടേക്ക് വരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ശോഭായാത്ര ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. എന്നിട്ട്
പല ഉപശോഭായാത്രകളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് അമ്പാടിയിൽ സമാപിക്കും. അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഇറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ജെൻസി കൃഷ്ണന്മാരും ഉണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ കാണുന്ന കൃഷ്ണന്മാർ മാത്രമല്ല, നല്ല ജെൻസി കൃഷ്ണന്മാർ ഇവിടെ അല്പസമയം മുമ്പ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും, ഭയങ്കര ആവേശത്തിലാണ്. അല്പസമയത്തിനകം ഈ ശോഭായാത്രയായിട്ട് ഇവിടുന്ന് പുറപ്പെടുമെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, അവിടെയും കണ്ണന്മാർ കുസൃതികളിൽ ഏർപ്പെടുകയാണ്. എന്തായാലും ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കണ്ണന്മാരും രാധമാരും ഒക്കെയാണ്. എല്ലാ വർഷവും ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു കാഴ്ച എല്ലാവരെയും കൗതുകത്തിലാക്കുന്ന ഒന്നാണ്. റോഡിലിങ്ങനെ കൃഷ്ണന്മാരും രാധമാരും നിരന്നു പോകുമ്പോൾ അത് ആർക്കും കൗതുകം തോന്നുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, നാളത്തെ പത്രത്തിലൊക്കെ ഇവരുടെ ഓരോരോ ചേഷ്ടകളായിരിക്കും ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കുക. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്.